കലച്ചേച്ചി ഭയങ്കര സ്വീറ്റാ. ചേച്ചിയുടെ ഒരൊറ്റൊരാളുടെ ഇതാണ് നമ്മൾ ഇങ്ങനെ ആയെന്ന് ഞാൻ എപ്പോഴും പറയും. ചേച്ചി ക്യാരവനിൽ പോകാൻ സമ്മതിക്കില്ല. ഭരതനാട്യ സമയത്തെ അതെ ആണോ? നമ്മൾ വന്ന് നമ്മളെ ഒരു സീൻ കഴിഞ്ഞാൽ നമ്മൾ ഉടനെ വാനിലേക്ക്, അതാണ് ഇപ്പോഴത്തെ ഒരു രീതിയൊക്കെ. അപ്പൊ ഞങ്ങൾ അങ്ങനെ നമ്മളങ്ങനെ തന്നെ പോവാനായിട്ട് ഇരിക്കുകയാണ്. ഞാൻ ശ്രുതിയും സീൻ കഴിഞ്ഞോ അന്ന് ഞാൻ പോട്ടെ ശ്രുതി, അന്ന് ചേച്ചി പൊക്കോ, ഞാൻ പോട്ടെ ചേച്ചി, അങ്ങനെ ഒരു ലൈനായിരുന്നു. അപ്പൊ ചേച്ചി മക്കളെ എവിടെ പോണു, ഇവിടെ ചേച്ചി മറ്റേ പഴയ രീതി തന്നെ. അത് ഭയങ്കര നല്ലതാട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയാണ് ശരിക്കും നല്ലതെന്ന് ഞങ്ങക്ക് തോന്നി. കാരണം നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ ഒരു യൂണിറ്റി ഉണ്ടാവും. അത് സീനിന് കുറെ ഗുണം ചെയ്യും. കാരണം നമ്മളൊരു അമ്മ മോൾ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഒരു ചേട്ടൻ ചേച്ചിയൊക്കെ അങ്ങനെ ചെയ്യുമ്പോ നമ്മളുടെ ഇടയിൽ ഒരു ബോണ്ടിങ്, ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാം കുറച്ച് കൂടുതൽ അയാളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആ വ്യക്തി എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് അതനുസരിച്ച് കോംപ്ലിമെന്റ് ചെയ്യാം. അത് ശരിക്കും ഈ സെറ്റിലാണ് എനിക്ക് അങ്ങനെ ഒരു ഇത് കിട്ടിയത്. കാരണം ഞങ്ങൾ ഫുൾ ടൈം ക്യാരവനൊക്കെ, പിന്നെ അവസാനം ഈ ഭരതനാട്യ മോഹിനിയാട്ടത്തിൽ വന്നപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് ഒരു ക്യാരവൻ മതി മക്കളെ. ഞാനും ശ്രുതിയും ചേച്ചിയും കൂടെ 2 ഡോറുള്ള ക്യാരവൻ നടുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ 3 പേരും അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. ഭക്ഷണം കഴിക്കലും ഡ്രസ്സ് മാറലും എല്ലാം. അപ്പൊ ആ ഒരു ബോണ്ടിങ് ഭയങ്കര